നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് കുറച്ച് സൂപ്പർ പവേഴ്സ് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നല്ലേ പറഞ്ഞു തരാം. വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ പോയിരുന്ന് ആഹാരം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ അവർക്ക് നിങ്ങൾ പോലും അല്ലേ, അത് നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാൻ നിങ്ങൾക്ക് കുറച്ച് സൂപ്പർ പവേഴ്സ് കിട്ടിയിട്ടുണ്ട്. സോ എന്തൊക്കെയാണെന്നല്ലേ പറഞ്ഞു തരാം. ഒരു ശരാശരി മനുഷ്യൻ മടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹോട്ടലിലൊക്കെ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് പോയിരുന്ന് ഹോട്ടലിൽ പോയിരുന്ന് എന്ന് എൻജോയ് ചെയ്ത് എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊന്ന് ഫുഡ് കഴിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് ഒരു പ്രത്യേകതരം കഴിവുകൾ തന്നെയുണ്ട്. എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. സോ എന്താണെന്ന് നോക്കാം. സോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എക്സാമ്പിളാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇനി ആരുടെയും പിന്തുണ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് വേണോ നേടാൻ സാധിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു സിംറ്റമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത്. സോ നിങ്ങൾക്ക്